ജമ്മുവിലെ കശ്മീർ ടൈംസ് പത്രത്തിന്റെ ഓഫീസിൽ നിന്ന് വെടിക്കോപ്പുകൾ കണ്ടെത്തി. AK-47ലും പിസ്റ്റളുകളിലും ഉപയോഗിക്കുന്ന വെടിയുണ്ടകളും 3 ഗ്രനേഡ് ലിവറുകളുമാണ് കണ്ടെത്തിയത്. ഇവ പരിശോധനയ്ക്ക് അയച്ചു. വിവരങ്ങളുമായി അജയ് സുധ ബിജു. അജയ്, എന്തൊക്കെ വിവരങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്നത്? ശ്രീജ, കശ്മീരിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള പത്രങ്ങളിലൊന്നാണ് കശ്മീർ ടൈംസ് എന്ന് പറയുന്നത്. 1954 വേദ് ഭാസിൻ സ്ഥാപിച്ച ഈ പത്രം അത് പിന്നീട് ദീർഘനാളായി അതിൻ്റെ പ്രവർത്തനം തുടർന്നു വന്നിരുന്നു. പിന്നീട് ഇതിനു മുൻപ് ഏതാനും വർഷങ്ങൾക്ക് മുൻപും ഇത്തരത്തിൽ ഈ പത്രം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു, അത്തരത്തിലുള്ള വാർത്തകൾ അത് പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ആർട്ടിക്കിളുകളും അതുപോലെ മറ്റ് ലേഖനങ്ങളും പ്രസിദ്ധീകരിക്കുന്നു എന്നതിൻ്റെ പേരിൽ ഇതിനു മുൻ വർഷങ്ങളിലും ഈ പത്രത്തിൻ്റെ ഓഫീസിൽ നിരന്തരമായിട്ട് റെയ്ഡ് നടത്തിയിരുന്നു. ഇത് കാരണം ഈ പത്രത്തിൻ്റെ പ്രിന്റിങ് അത് നിർത്തിവെക്കുകയും പിന്നീട് പൂർണ്ണമായിട്ടും ഇതിൻ്റെ പ്രവർത്തനം ഓൺലൈൻ വഴി ആക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ കുറച്ച് വർഷത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഈ പത്രത്തിൻ്റെ ഓഫീസിലേക്ക് ഒരു റെയ്ഡ് നടത്തുന്നത്. വേദ് ഭാസിൻ സ്ഥാപിച്ച ഈ പത്രം ഇപ്പോൾ നടത്തിക്കൊണ്ടു പോകുന്നത് അദ്ദേഹത്തിൻ്റെ മകളായിട്ടുള്ള അനുരാധ ഭാസിനും അതുപോലെ തന്നെ ഭർത്താവായിട്ടുള്ള പ്രബോധ് ജംവാളും കൂടിയാണ്. ഇവർ രണ്ടുപേരും വിദേശത്താണ് താമസിക്കുന്നത്, ഇവർ ഇന്ത്യയിലില്ല. അപ്പോൾ നിലവിൽ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്ന മാനേജറായിട്ടുള്ള സഞ്ജീവ് കർണി, ഇദ്ദേഹത്തെ ഇന്ന് പുലർച്ചെ 6 മണിക്ക് പോലീസ് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തുകയും ഈ സഞ്ജീവ് കർണിയെ വീട്ടിൽ നിന്ന് വിളിച്ച് അവിടുത്തെ ഓഫീസിലേക്ക് എത്തിച്ച് ഒരു റെയ്ഡ് നടത്തുകയുമായിരുന്നു. അതുമാത്രമല്ല, ഇപ്പോൾ നിലവിൽ റെയ്ഡ് നടത്തിയിട്ടുള്ളത് മുൻപ് പ്രവർത്തനം അവസാനിപ്പിച്ച ഇവരുടെ പത്രത്തിൻ്റെ ഓഫീസിലാണ്. നിലവിൽ ഇവരുടെ പ്രവർത്തനം ഓൺലൈൻ വഴിയാണ്, എന്നാൽ പത്രത്തിൻ്റെ ഓഫീസിലാണ് ഇന്ന് രാവിലെ 6 മണിക്കെത്തി ഇത്തരത്തിൽ റെയ്ഡ് നടത്തിയത്. മണിക്കൂറുകളോളം നീണ്ട റെയ്ഡാണ് ഈ പത്ര ഓഫീസിൽ നടന്നത്. ഇതുവഴി അവർ നിരവധി ഒരു വെടിക്കോപ്പുകൾ പിടിച്ചെടുത്തു എന്നാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു വിവരം എന്ന് പറയുന്നത്. ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായിട്ടുള്ള ഒരു കുറിപ്പൊന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നോ വന്നിട്ടില്ല. AK-47 കാട്രിഡ്ജുകളും അതുപോലെ തന്നെ പിസ്റ്റൾ റൗണ്ടുകളും 3 ഗ്രനേഡ് ലിവറുകളുമാണ് പിടിച്ചെടുത്തതെന്നാണ് നിലവിൽ വിവരം ലഭിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് ഈ പത്രത്തിനെതിരെ ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.